एक सूचना कॉल है। आपके कानूनी नोटिस के संबंध में जो अभी भी दिस कॉल विल बी कनेक्टेड टू आवर SBI लीग। Hello, SBI Credit Card Legal. Harshvardhan speaking here. Tell me, how can I help you? Sir, you know Malayalam? Sorry? You know Malayalam? Malayalam. Yes. Okay, sir. Be online, sir. I will transfer your call to Malayalam executive. Okay. This call will be connected to our customer personnel. Please wait for a moment. This call will be connected to our customer personnel. Please wait for a moment. This call will be connected to our ഹലോ ഹലോ. എൻ്റെ പേര് അങ്കിത് കുമാർ, SBI ക്രെഡിറ്റ് കാർഡ് ലീഗൽ ടീം ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടാണ്. പറയൂ സർ. എനിക്കൊരു കോള് വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ മലയാളം അറിയുള്ളൂ, എനിക്ക് വേറെ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. ഇംഗ്ലീഷ് ഹിന്ദി അറിയോ? ഹിന്ദി പോരാ. ഹിന്ദി അറിയില്ല സർ. ഓക്കെ സർ. സർ ഇത് ക്രെഡിറ്റ് കാർഡ് ലീഗൽ ടീം ഡിപ്പാർട്ട്മെന്റ് സർ, മുംബൈയിൽ നിന്നിട്ടാണ് സർ. സാർ ഇത് സാർക്ക് മുംബൈ ഹൈക്കോടതിയിൽ നിന്നിട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഹലോ. സാർ ഇത് മുംബൈ ഹൈക്കോടതിയിൽ നിന്നിട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ആ നോട്ടീസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് SBI ബാങ്കില് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് 5/9/2024 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഇത് ഇല്ലീഗൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് കാണിക്കുന്നത്. ഞാൻ മുമ്പേ പോയിട്ടേ ഇല്ലല്ലോ ഇതേവരെ. സാറിന്റെ പ്രൊഫഷൻ എന്താ വർക്ക് എന്താ? ഞാൻ നാട്ടില് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളുമായിട്ടാണ്. എന്താ സാർ? നാട്ടില് കുറച്ച് കൃഷിയും ബിസിനസ്സും ഒക്കെയാണ്. എന്ത് ബിസിനസ് ഉദ്ദേശിക്കുന്നത്? എന്ത് ബിസിനസ്സാ ഉദ്ദേശിച്ചത് സാർ? സ്ഥലക്കച്ചവടവും കാര്യങ്ങളൊക്കെ. എന്താ സാർ? പഴോ? സ്ഥലക്കച്ചവടവും. സ്ഥലം, റിയൽ എസ്റ്റേറ്റിന്റെ അല്ലേ? ഓക്കെ സാർ. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പേര് നമ്പറിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ അത് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അത് ക്രെഡിറ്റ് കാർഡിന്റെ ലാസ്റ്റ് 4 നമ്പർ വന്നിട്ട് 7581 ആണ്. 7581 ആണ്. ഓക്കെ. അപ്പോ അത് വന്നിട്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് 3,50,000 ഇല്ലീഗൽ ട്രാൻസാക്ഷൻ. ഇതിന് ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് വന്നിട്ട് 10 lakhs ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? സാർ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. സാർക്ക് ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാറ് എന്ത് ചെയ്യണം അറിയോ? ഇപ്പൊ സാറിന്റെ ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ലോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപ്? ആധാർ കാർഡ് മിസ് ആയിട്ടുണ്ട്. എവിടെയെങ്കിലും മിസ്സായിട്ട് അങ്ങനെ രണ്ടാമത് എടുത്ത് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, എന്റെ കയ്യിൽ പോയിട്ടില്ല. ആധാറും കാർഡ് പാൻ കാർഡും കൂടി ഞാൻ ലിങ്ക് ചെയ്യാനായിട്ട് ഒരു കടയിൽ കൊണ്ട് കൊടുത്തിരുന്നു. അതെയോ? എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാവും. ഇല്ല വെച്ചാൽ നിങ്ങളിപ്പോ ആധാർ കാർഡ് കോപ്പി എവിടെയെങ്കിലും കൊടുക്കില്ല. ഇപ്പൊ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ്, പല ഓൺലൈനിൽ ലോൺസ് ഒക്കെ കിട്ടും. അതിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കാറില്ലേ കോപ്പി? അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ആവാം. ഇല്ല വെച്ചാൽ
നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിപ്പോ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആരെയും മിസ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യണം? മുംബൈയിൽ പോണോ അതോ? സാറ് മുംബൈയിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ല വെച്ചാൽ ഓൺലൈനിലായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങള് ലീഗൽ ടീം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഇതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റത്തിലുണ്ട്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും. അപ്പൊ നമ്മൾ ആ ഡീറ്റെയിൽസ് തരും. എന്നിട്ട് നമ്മൾ ഈ കോള് വന്നിട്ട് നമ്മൾ മുംബൈ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം, ഈ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒരു മിനിറ്റ് സാർ, ഒന്ന് സ്റ്റേ ഓൺ ദ ലൈൻ സാർ. ഞാൻ മാനേജറെ അടുത്ത് ഒന്ന് ചോദിക്കട്ടെ. ഒന്ന് സ്റ്റേ ഓൺ ദ ലൈൻ. ഓക്കെ സാർ? നോക്കിക്കോളൂ. ഓക്കെ 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 ഓക്കെ. ഓക്കെ സാർ, പറയൂ. സാർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാർ. നിങ്ങള് റിപ്പോർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്ര. ഇല്ല വെച്ചാൽ പിന്നീട് വീണ്ടും ഈ നിങ്ങളുടെ ഇൻഫോർമേഷൻ ഇല്ലേ